അസ്സലാമു അലൈക്കും. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു സത്യമാണ് മരണം. എന്നാൽ നമ്മൾ പലരും മറക്കുന്ന ഒരു സത്യമാണ് മരണത്തിന് ശേഷം തുടങ്ങുന്ന ജീവിതം. ഖബറിലെ ആദ്യ രാത്രി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെക്കും. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാം തിരിച്ചു പോകും. അവരുടെ കാലൊച്ചകൾ മെല്ലെ അകലും. എല്ലായിടത്തും നിശബ്ദത മാത്രം. അവൻ ഒറ്റക്കാണ്. അവനോടൊപ്പം ഒന്നുമില്ല. പണമില്ല, പ്രശസ്തിയില്ല. കൂടെയുള്ളത് അവൻ ചെയ്ത അമലുകൾ മാത്രം. അങ്ങനെ ഒരാളെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് ആളുകൾ മടങ്ങിപ്പോയാൽ ഉടനെ തന്നെ അവന്റെ ഖബറിലേക്ക് റഹ്മാൻ എന്ന മലക്ക് വരും. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവന് ജീവൻ തിരിച്ചു നൽകും. റഹ്മാൻ എന്ന മലക്ക് പറയും, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കണം. അപ്പോൾ മയ്യത്ത് പറയും, എൻ്റെ കയ്യിൽ പേനയില്ല. അപ്പോൾ റഹ്മാൻ എന്ന മലക്ക് പറയും, നിന്റെ കൈവിരലാണ് നിന്റെ പേന. നമ്മൾ ഒരു ആയുസ്സിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാം എഴുതി വെക്കാൻ മലക്ക് പറയും. ഇത് കേട്ട് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഒരു ആയുസ്സിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായ എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാതെ നമുക്ക് ഓർമ്മയുണ്ടാവുമോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഒറ്റ ദിവസം സംഭവിച്ച പോലെ അവന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞ് മലക്ക് അവന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊടുക്കും. അങ്ങനെ റഹ്മാൻ എന്ന മലക്ക് പോകും. അതിനുശേഷം ഖബർ അവനോട് സംസാരിക്കും. വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ ഖബർ അങ്ങനെ കുലുക്കും. എന്നിട്ട് അവനോട് ഖബർ ചോദിക്കും, നീ എന്നെ പറ്റി ആലോചിക്കാറുണ്ടോ? എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഖബർ കുലുക്കും. അപ്പോൾ മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ കടന്നു വരും. നീ ഭയപ്പെടേണ്ട, നിനക്ക് കൂട്ടായി ഞാനുണ്ട്. നിനക്ക് വെളിച്ചമേകാൻ ഞാനുണ്ട്. ഉടനെ തന്നെ മലക്കുകൾ വരും. അപ്പോൾ മയ്യത്ത് ചോദിക്കും, നീ ആരാണ്? അപ്പോൾ അദ്ദേഹം പറയും, നീ ചെയ്ത നല്ല അമലുകൾ, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, അങ്ങനെ നീ ചെയ്ത നല്ല പ്രവൃത്തികളാണ് ഞാൻ. അല്ലാഹു തആല നിനക്ക് ആശ്വാസമാകാൻ വേണ്ടി എന്നെ മനുഷ്യന്റെ രൂപത്തിൽ നിന്റെ അടുത്തേക്ക് അയച്ചതാണ്. അതുകൊണ്ട് ഫർള് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നോമ്പ് അനുഷ്ഠിക്കുക. ഖുർആൻ പാരായണം പതിവായി ശീലിക്കുക. അങ്ങനെ ദുനിയാവിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഖബറിലേക്ക് കയറി വരും. അത് കഴിഞ്ഞ് നമ്മുടെ ഖബറിലേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന മലക്കുകൾ കയറി വരും. അവർ 3 ചോദ്യങ്ങൾ ചോദിക്കും. 1. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മാ ദീനുക, നിന്റെ മതം ഏതാണ്? നിന്നിലേക്ക് അയക്കപ്പെട്ട ആ മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാനോടെ ജീവിച്ചവർക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എളുപ്പമായിരിക്കും. അവൻ ഒരു സത്യവിശ്വാസി ആയിരുന്നെങ്കിൽ അവന്റെ ഖബർ ഒരു ജന്നത്തിലെ വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കും. അവന്റെ ഖബറിൽ പ്രകാശം നിറയും. അവന്റെ ഖബറിൽ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെടും. എന്നാൽ തെറ്റുത്തരം പറഞ്ഞവരുടെ അവസ്ഥ വളരെ ഭയമുണ്ടാക്കും. അവരെ ഖബർ ഇരുണ്ടതാക്കും. എല്ലായിടത്തും ഭീതിയും വിഷമവും. നരകത്തിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെടും. അവന്റെ ഖബർ ചുരുങ്ങും. ആ വ്യക്തിയുടെ തിന്മകൾ ഭയത്തിന്റെ രൂപത്തിൽ ഖബറിലേക്ക് കടന്നു വരും. പാമ്പുകളുടെയും തേളുകളുടെയും രൂപത്തിൽ ആത്മാവിനെ അലങ്കരിക്കും. അതുകൊണ്ട് ഖബറിലെ ആദ്യ രാത്രി നല്ലതാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി 5 നേരം നിസ്കാരം കൃത്യമായി പാലിക്കുക. ഖുർആൻ ഓതുക. സത്യവും നീതിയും പാലിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. ദിവസവും അല്ലാഹുവിനോട് തൗബ ചെയ്യുക. ഈ ലോകം നിത്യമായ ഒന്നല്ല. നമ്മൾ ഒരു ദിവസം ഈ ലോകം വിടേണ്ടതുണ്ട്. അന്ന് നമ്മളെ കാത്തിരിക്കുന്നത് ഖബറിലെ ആദ്യ രാത്രിയാണ്. അന്ന് നമ്മോടൊപ്പം വരുന്നത് പണമല്ല, കുടുംബമല്ല, പക്ഷേ നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ്. അതുകൊണ്ട്
ഇന്ന് തന്നെ നമ്മൾക്ക് തീരുമാനിക്കാം. നമ്മുടെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, നമ്മുടെ ജീവിതം അള്ളാഹുവിന് പ്രിയപ്പെട്ടതാക്കുക, ദിവസവും അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യുക. അള്ളാഹുവേ, നമ്മുടെ ഖബർ വിശാലമാക്കണമേ. ഖബറിലെ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.